പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവ മാതാവിൻ്റെ കരം പിടിച്ച് ദൈവ പിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിൽ ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സാക്ഷ്യം അമേരിക്കയിൽ നിന്നുള്ള ലാലി എന്ന ഒരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ലാലി ജോസഫ്. ഞാൻ ഹ്യൂസ്റ്റൺ, അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യത്തിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ മകൾക്ക് കിട്ടിയ ഭൗതിക ആനുകൂല്യങ്ങളാണ്. 10 വർഷമായിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന്മേൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ നടന്ന സ്ഥലം വിഭജന സംബന്ധമായിട്ടുള്ളൊരു വിഷയം നടന്ന കാര്യം ആ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് തീർത്ഥാടക ഉടമ്പടിക്ക് ശേഷം അമേരിക്കയിൽ ഡ്രൈവ് ചെയ്തിരുന്ന സമയത്ത് ഒരു ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ കുഞ്ഞ് എപ്രകാരമാണോ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ ദൈവമാതാവ് ആ മകളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ സാക്ഷ്യ വിശകലന ശുശ്രൂഷയിൽ ഈ ഒരു ഭാഗമല്ല നമുക്ക് പ്രാധാന്യം, 2ാമത്തെ ഭാഗമാണ്. 2ാമത്തെ ഭാഗത്തിൽ ലാലി എന്ന മകള് പറയുന്ന സാക്ഷ്യം ഇതാണ്. അതായത് ഈ ലാലി എന്ന മകൾക്ക് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി വിദേശത്തായിരിക്കുമ്പോൾ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി ഇവർക്ക് അറിവ് ലഭിക്കുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു സാക്ഷ്യമായിരിക്കാം. എൻ്റെ ഒരു സിസ്റ്റർ അമേരിക്കയിലെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കാണപ്പെട്ടു. അപ്പോൾ എൻ്റെ സിസ്റ്റർ മരിച്ചത് ആത്മഹത്യയാണോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും കൂടി ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവമേ അവളിൽ കരുണയായിരിക്കണമേ, അവളെ സ്വർഗത്തിലേക്ക് കരയറ്റണമേ. അപ്പോൾ ഞാൻ ഇവിടെ സെപ്റ്റംബർ 2022 ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചു, എൻ്റെ പരിശുദ്ധയമ്മ എൻ്റെ തിരുക്കുമാരനെ അവളുടെ പാപങ്ങൾ ക്ഷമിച്ച് അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന്. അപ്പോൾ എൻ്റെ ആ ഉടമ്പടി തീരുന്നതിന് 10 ദിവസം മുമ്പ് എനിക്ക് എൻ്റെ സഹോദരി സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചി ദൈവം കാരുണ്യവാനാണ്, എന്നെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കാം ഒരു പക്ഷേ ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന്. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, എൻ്റെ സിസ്റ്ററിന് വേണ്ടി എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും എൻ്റെ കുടുംബം. പക്ഷെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിക്കാനായി ഓർമ്മ വരുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന ഇതാണ്, എൻ്റെ സിസ്റ്റർ സ്വർഗത്തിലാണല്ലോ എന്നാണതാണ്. ഈ ലാലി എന്ന അമ്മ വെച്ച ഒരു നിയോഗം ഇപ്രകാരമാണ്: മരിച്ച ഈ സഹോദരിയുടെ പാപങ്ങൾ പൊറുത്ത് ക്ഷമിച്ച് നീ സ്വർഗത്തിലേക്ക് ചേർക്കണമേ, നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന്. ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന 2-3 ഭാഗങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ്. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളാണ് ഈ ഒരു നിയോഗം തങ്ങളുടെ ഉടമ്പടിയിൽ തന്നെ എഴുതി പ്രാർത്ഥിക്കുന്നത്. ഈ ലാലി എന്ന മകൾക്ക് ലഭിച്ച ഈ വലിയൊരു സാക്ഷ്യ അനുഭവത്തെ മുൻനിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ സ്വന്തം അപ്പച്ചൻ, പേര് ജോസഫ് എന്നാണ്, ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കാനിടയായി. അപ്പോൾ താമസിച്ചുള്ള ധ്യാന ശുശ്രൂഷയുടെ അവസാന ദിവസം കൗൺസിലറിനെ കണ്ടപ്പോൾ എൻ്റെ അപ്പച്ചനോട് ആ കൗൺസിലർ ചോദിച്ചു, ആരാണ് സേവിയർ എന്ന് ചോദിച്ചു. ഈ സേവിയർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനാണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, സേവിയർ എൻ്റെ അപ്പനാണ്. അപ്പോൾ കൗൺസിലർ പറഞ്ഞത് ഇപ്രകാരമാണ്, സേവിയർ ശുദ്ധീകരണ സ്ഥലത്താണ്. അപ്പോൾ
അപ്പച്ചൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ വിഷയം പറഞ്ഞു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നു മുതൽ അതിതീക്ഷ്ണമായി തീവ്രമായി പ്രാർത്ഥനയോടെ ത്യാഗത്തോടു കൂടി ഞാൻ ഈ വിഷയം ദൈവപിതാവിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ വഴി ഞാൻ സമർപ്പിച്ചു. കുറേ നാളുകൾക്ക് ശേഷം, അധികം നാളെടുത്തില്ല, കുറച്ച് നാൾക്ക് ശേഷം പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് ഈശോ വലിയൊരു സന്ദേശം കൈമാറി. ജോമോളെ, ഇനി നീ പ്രാർത്ഥിക്കണ്ട, നിന്റെ പ്രാർത്ഥന സ്വർഗം ഏറ്റെടുത്തു. സേവിയർ എന്ന് പറഞ്ഞ എൻ്റെ അപ്പൂപ്പൻ അത്രയേറെ വർഷങ്ങളാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നതെന്ന് നിങ്ങൾ ഓർക്കണം. കാരണം എന്തുമാത്രം പ്രായമുണ്ടാകും. അപ്പൻ സ്വർഗത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി, നീ ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു. ആ സമയം പിന്നീട് ഇന്ന് വരെ ഞാൻ ഈ സേവിയർ എന്ന അപ്പൂപ്പന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം സ്വർഗം നേരിട്ട് എനിക്കൊരു ബോധ്യം തന്നു, ആ പ്രാർത്ഥന എടുത്തു എന്ന്. ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ പലർക്കും ഈ ഒരു ശുദ്ധീകരണ ആത്മാക്കളെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ തിയോളജി പഠനകാലം കളമശ്ശേരിയിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സിസ്റ്റർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ജോമോളെ അറിഞ്ഞോ, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു ആ വ്യക്തിക്ക് ഈ ജർമ്മൻ എക്സാം പാസ്സാകാനും ഇൻ്റർവ്യൂ ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അത് ആ മകള് എന്നോട് പറഞ്ഞത് ശുദ്ധീകരണാത്മാക്കളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വിഷയം നടന്നത് എന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ എന്നോടിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു നോട്ട് തന്നു, ജോമോളെ ഈ സിസ്റ്റർ പറയുന്നത് തെറ്റാണ്, റോങ് ഇൻഫോർമേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ റോങ് ആണെന്ന് പരിശുദ്ധാത്മാവ് റീഡ് ചെയ്തുകൊണ്ട് ഞാനൊരു വിഷയത്തിൻ്റെ പിന്നാലെ നടന്നപ്പോൾ എനിക്ക് 2 സത്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് ഈശോ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നതെന്ന്. ഒന്നാമതായിട്ട് എനിക്ക് മനസ്സിലായത്, ഈ പറഞ്ഞ വ്യക്തി മരിയൻ ഉടമ്പടി എടുത്ത ആളായിരുന്നു. ജർമ്മൻ ഇൻ്റർവ്യൂ പാസ്സായതും അതുപോലെ തന്നെ ഈ B2 പിന്നീട് പാസ്സായതായ മകള് ഈ മരിയൻ ഉടമ്പടിയുടെ യോഗ്യതയാലാണ് ഈ വിഷയം ആ മകൾക്ക് നടന്നു കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് നുണയാണെന്ന് പരിശുദ്ധാത്മാവ് റീഡ് ചെയ്തത്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ദൈവ തിരുസന്നിധിയിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന കൃപകൾക്ക് അനുസൃതമാണ് നമുക്ക് ദൈവ തിരുസന്നിധിയിൽ മീഡിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈശോ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആ കപ്പാസിറ്റി ഉള്ളത് ദൈവപിതാവിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ ദൈവമാതാവിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് ശുദ്ധീകരണ ആത്മാക്കളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ വിഷയം നടന്നതെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഇവർ പറയുന്നത് തെറ്റാണ്, ഇവള് ഉടമ്പടി എടുത്തവളാണ്. അപ്പോൾ ദൈവമാതാവിൻ്റെ അപ്രതിരോധ്യമായ മധ്യസ്ഥം ഞാൻ ഈ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചില മധ്യസ്ഥ വ്യക്തികളെയും അവരുടെ ചുറ്റുപാടുകളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം എന്ന വലിയ വ്യക്തിയെപ്പറ്റി. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലാണ്. സോദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സ്വന്തം ആളായതുകൊണ്ട് ദൈവപിതാവ് ഈ ഒരു ദുരന്ത വെളിപാട് അബ്രഹത്തിന് നൽകുന്നുണ്ട്. അപ്പോൾ അബ്രഹാം തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി 18:23, ദുഷ്ടന്മാരുടെ ഒപ്പം നീതിമാന്മാരെയും നീ നശിപ്പിക്കുമോ എന്ന്. തുടർന്ന് അബ്രഹാം വീണ്ടും മധ്യസ്ഥം യാചിക്കുകയാണ് ദൈവത്തോട്. നഗരത്തിൽ 50 പേരുണ്ടെങ്കിൽ നീ ആ നഗരം നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു ഇല്ല, കാരണം അബ്രഹത്തിന് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ദൈവ തിരുസന്നിധിയിൽ അങ്ങനെ വാദിക്കാനുള്ള കപ്പാസിറ്റി അബ്രഹാം ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന മുഖവിലേക്ക് എടുക്കപ്പെടുന്നത്. വീണ്ടും അബ്രഹാം ചോദിക്കും 40 പേരുണ്ടെങ്കിലോ, വീണ്ടും ചോദിക്കും 30 പേരുണ്ടെങ്കിലോ, വീണ്ടും ചോദിക്കും 20 പേരുണ്ടെങ്കിലോ, വീണ്ടും ചോദിക്കും 10 പേരുണ്ടെങ്കിലോ. അപ്പോൾ ദൈവം അതും സമ്മതിക്കും, 10 പേരുണ്ടെങ്കിൽ ഞാൻ നഗരം നശിപ്പിക്കുകയില്ല. ഇത് ഒരു മധ്യസ്ഥ അനുഭവമാണ് പഴയ നിയമത്തിലെ. ഇനി പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ 2 വ്യക്തിത്വങ്ങളെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ശതാധിപൻ തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി യഹൂദ പ്രമാണികളെ ഈശോയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഭാഗം ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്, നീ ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ അർഹനാണ്, കാരണം ലൂക്കാ 7:5,
അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിയിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻട്രൊഡക്ഷന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. 2, നമുക്ക് ഒരു സിനഗോഗ് പണിയിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൈവരാജ്യ വികസനത്തിനായി ഒരു സിനഗോഗ് പണിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സാക്ഷ്യമുണ്ടല്ലോ, അതായത് ലാലി എന്ന മകളുടെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഈ ഒരു സന്ദേശം ലഭിച്ചത്? അതിൻ്റെ കാരണം ആ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ മകൾ എന്നാണോ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ദൈവരാജ്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇംഗ്ലീഷും സ്പാനിഷും പത്രങ്ങൾ വാങ്ങിച്ച് ഞാൻ അവിടെ ഉള്ളവർക്ക് കൊടുക്കും. സ്പാനിഷൊന്നും പറയാൻ എനിക്കറിയില്ല, പക്ഷേങ്കിൽ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചിട്ട് ഞാനിങ്ങനെ പറയും, സ്പാനിഷുകാരെല്ലാം നല്ല വിശ്വാസികളാണ്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെയാണ്, ഇന്ന സ്ഥലത്ത് ഓൺലൈനിൽ കൊടുത്താൽ മതി, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കാരുണ്യ പ്രവർത്തനം നേരിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് എൻ്റേതായ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. ഇത് കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമാണ്. ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായി പത്രപ്രേക്ഷിത പ്രവർത്തനം മാത്രമല്ല ഈ മകള് ചെയ്യുന്നത്. എനിക്ക് അവിടെ ഇങ്ങനെ അമേരിക്കയിലെ സാഹചര്യത്തിൽ ഇങ്ങനെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അവിടെ പാർപ്പിടവും ഭക്ഷണവും ഇല്ലാതെ ആൾക്കാരെ സഹായിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ പൈസ കൊടുക്കുകയാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് ധ്യാന കേന്ദ്രങ്ങൾ, അതായത് നമുക്ക് ദൈവത്തെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ എന്നാണ് ദൈവത്തെ അറിയിക്കുവാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രേക്ഷിത പ്രവർത്തനം. എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവില്ല, പക്ഷെങ്കിൽ എനിക്ക് പ്രസംഗിക്കുന്നവരെ ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കും. ഈ മകൾ പറയുകയാണ്, പ്രാർത്ഥന എനിക്കൊരു ഹരമാണ്. അതായത് രാവിലെ ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് രാവിലെ ഒരു കാപ്പി കുടിക്കുന്ന ഒരു അനുഭവമാണ്. അത്രയേറെ ഈശോയെ സ്നേഹിച്ച് ആസ്വദിച്ചാണ് ഈ ഒരു ദിവ്യബലിയിൽ ഈ അമ്മ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു ഖരമാണ്. എന്നും കുർബാന കാണണം. എനിക്കെന്നും കുർബാന കണ്ടില്ലെങ്കിൽ എനിക്കൊരു കാപ്പി കുടിക്കാത്ത ഒരു ഫീലിംഗ് ആണ് രാവിലെ. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നീട് ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: ഞായറാഴ്ചകളിൽ 1 മണിക്കൂർ ഞാൻ നിത്യാരാധന ചാപ്പലിരുന്ന് ഈശോയോട് കൂടെ ഈശോയെ രുചിച്ചറിഞ്ഞ് ഞാൻ അനുഭവിച്ച് ആരാധിക്കും. പിന്നെ പറയുന്നുണ്ട്, വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കും. ഇപ്രകാരം തിരുസഭയെ കെട്ടിപ്പടുക്കാൻ ഈ പ്രാർത്ഥനകൾ ഉപയോഗിച്ചപ്പോൾ സ്വർഗം ഈ മകളോട് നീതി കാണിച്ചു. ഉടനടിയാണ് ഉത്തരം കൊടുത്തത്. ഈ മകളുടെ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തി മരിയൻ ഉടമ്പടിയെടുത്തു എന്നുള്ള യോഗ്യതയാൽ ദൈവമാതാവ് ആ വിഷയം ഏറ്റെടുത്തു. ഈ മകളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോയെ അറിഞ്ഞ വ്യക്തികളൊക്കെ ഇത്രമാത്രം തീക്ഷ്ണതയോടുകൂടി പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്? എന്തുകൊണ്ടായിരിക്കാമെന്ന് അതിൻ്റെ ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചന ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 41-42 തിരുവചനങ്ങളാണ്. അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന്. അതായത് നമ്മൾ ആർജിച്ചെടുക്കുന്ന കൃപകൾക്ക് അനുപാതികമായിട്ടായിരിക്കും സ്വർഗത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വം എന്ന് പറയുന്നത്. ഈ മഹത്വത്തിന് ആനുപാതികമായിട്ടാണ് ദൈവതിരുസന്നിധിയിൽ നമ്മുടെ മധ്യസ്ഥ സ്വാധീനം കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവമാതാവ്
ഈശോയെ സ്വീകരിച്ച് ലോകത്തിന് കൊടുത്ത ദൈവമാതാവിന് അത്രയേറെ മധ്യസ്ഥ സ്വാധീനം സമയത്തിൻ്റെ മേൽ ഈ സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടായി നമ്മുടെ ജീവിത വിഷയങ്ങളിൽ നടക്കാൻ വേണ്ടി ദൈവപിതാവ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ മരിയൻ ഉടമ്പടിയിൽ ഈ ലാലി എന്ന് പറഞ്ഞ ഞാൻ പങ്കുവെച്ച മകളുടെ സാക്ഷ്യവും അപ്രകാരമുള്ളതാണ്. സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ മൂലമാണ് ഈ മകൾക്ക് ഈ 2 വിഷയങ്ങൾ സമയബന്ധിതമായി നടന്നു കിട്ടിയത്. ഒന്ന്, പ്രോപ്പർട്ടി ഡിവിഷൻ്റെ ഒരു ഇഷ്യൂ, രണ്ടാമതായിട്ട് ഈ മകളുടെ സ്വർഗപ്രവേശനവും. രണ്ടാമതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 13-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ, എൻ്റെ നീതിമാന്മാർ സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുമെന്ന്. ഈശോയുടെ തന്നെ വചനമാണത്. നീതിമാന്മാർ സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. അവരുടെ മധ്യസ്ഥ സ്വാധീനം സ്വർഗത്തിൽ വളരെയേറെ വിലയുള്ളതാണ്. പഴയ നിയമത്തിലും ഈ യുഗാന്തത്തോടനുബന്ധിച്ചുള്ള തിരുവചന ഭാഗങ്ങളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ദാനിയേൽ 12:3 തിരുവചനം, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രശോഭിക്കുമെന്ന്. ഈ ഒരു വലിയ സാക്ഷ്യ വിശകലന ശുശ്രൂഷയിലൂടെ ഞാൻ ആഗ്രഹിച്ചത് ഒന്നു മാത്രമാണ്. ഒത്തിരിയേറെ മക്കൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ശുദ്ധീകരണ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം എത്രയും വേഗം നടന്നു കിട്ടും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത്, സ്വർഗത്തിലെ ഈ ഗ്രഡേഷൻ നിങ്ങളുടെ മനസ്സിൽ വേണം. നമ്മൾ ആർജിച്ചെടുക്കുന്ന കൃപയ്ക്ക് അനുപാതികമായിട്ടായിരിക്കും നമുക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന മഹത്വം. ആ മഹത്വത്തിന് അനുസൃതമായിട്ടാണ് നമ്മുടെ മധ്യസ്ഥ സ്വാധീനം സ്വർഗത്തിൽ കൂടുന്നത്. ഇന്ന് ഈ ഒരു വലിയ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഫലം പുറപ്പെടുവിച്ചതുപോലെ ഈശോയെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ടും ഈശോയെ നിൻ്റെ വചനത്തിന് മാത്രം കാതോർത്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളാക്കാൻ, സാക്ഷ്യമായി ജീവിക്കാൻ ഈ ശുശ്രൂഷയിലൂടെ പ്രത്യേകമായി ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.